കൊല്ലപ്പെടുന്ന ദിവസം ഫെബ്രുവരി മാസം 12-ാം തീയതി രാത്രി പാലയോട്ടയ്യ തട്ടുകടക്ക് മുമ്പിൽ പോയത് വൃദ്ധയായ ഒരു മാതാവിന് വീടില്ലാതെ വന്നപ്പോ ആ വീടിന് വേണ്ടി ചുമരുണ്ടാക്കി, തറയുണ്ടാക്കി, അതിനുവേണ്ടി മുകളിൽ മേൽവാർപ്പിന് വേണ്ടിയുള്ള സിമന്റ് കണ്ടെത്താൻ ആരോടെങ്കിലും പറയണം, ആരെങ്കിലും കണ്ട് സിമന്റ് വാങ്ങിക്കണം, എന്നിട്ട് ആ അമ്മയുടെ മഴയ്ക്ക് മുമ്പ് ആ അമ്മയുടെ വീട് മേൽക്കൂര വാർത്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകരുമായി സംസാരിക്കാൻ പോയപ്പോഴാണ് ഈ വേട്ടനായ്ക്കൾ, ചെന്നായ്ക്കൾ, CPM-ന്റെ തെണ്ടികൾ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ 41 വെട്ടുവെട്ടി ഇല്ലാതാക്കിയത്. അത്രയേറെ മരിക്കുന്നതിന് മുമ്പ് പോലും ഈ നാടോടൊപ്പം നിന്ന് ചെറുപ്പക്കാരനെയാണ് CPM-കാരൻ കൊന്നവസാനിപ്പിച്ചത്. ആ ഒരു വേദന, ആ ഒരു പ്രയാസം, കൂടെ നടക്കുന്നവന്റെ ചേതനയേറ്റ മൃതശരീരം കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അവിടെ നിന്ന് എടയന്നൂരിലെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുവരെ അവന്റെ കൂടെ ഈ കയ്യിൽ വെച്ച് അവന്റെ ആ ചേതനയേറ്റ മൃതദേഹം ഏറ്റുവാങ്ങി പോകേണ്ടി വന്നൊരു ഹതഭാഗ്യനായ ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ രംഗം ഇന്നും മനസ്സിനകത്തു നിന്ന് മാറില്ല. ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടപ്പൊട്ടികളോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് കൂടെ പിറന്നവനെ കൊന്നവസാനിപ്പിച്ചവരോട് ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല.